ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആവോലി എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. നല്ല ഇടത്തരം 4 ആവോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ കത്തി ഉപയോഗിച്ച് വരിയുക. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മസാലപ്പൊടികൾ: 1 മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടി. അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഗരം മസാലയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചേർക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷെ അത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എടുക്കുക. മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുളക്, മഞ്ഞൾ, ഉപ്പ് മാത്രമേ മാഗ്നേറ്റ് ചെയ്യാൻ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്യാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 1/4 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഉപ്പ് പോരായിട്ട് കുറച്ചുകൂടി ഇടുകയാണ്. അപ്പോൾ ഇത് ചിലർ ഇതിലേക്ക് ഗരം മസാലകളൊക്കെ ഇടും, അതൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് 4 ആവോലി. കുറച്ച് നേരം ഇങ്ങനെ മഞ്ഞളും ഉപ്പും ആ ഒരു മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തത്. എന്നിട്ട് ഫ്രൈ പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. നല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ ഈ 4ഉം കൂടി ഫ്രൈ പാനിലിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആവോലി പൊരിച്ചത് ചോറിനോ അല്ലെങ്കിൽ ബിരിയാണിക്കോ എന്തിനു വേണേൽ കഴിക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം മൊരിയാൻ വേണ്ടി മറിച്ചിടുക. കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നോൺ സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മറിച്ചിട്ട് നല്ല ഫ്രൈ ആയി. ഇനി അപ്പുറം ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ചേർക്കുന്നത് നല്ലതാണ്. ആവോലി അയക്കൂറൊക്കെ പൊരിക്കുമ്പോൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ തന്നെ. അങ്ങനെ നമ്മുടെ ആവോലി ഫ്രൈ റെഡിയായി കഴിഞ്ഞു. അധികം കരിച്ച് പൊരിച്ചിട്ടില്ല, ഒരു മീഡിയം സൈസിലാണ് പൊരിച്ചത്. നമ്മുടെ ഒരു ആവോലി കുട്ടിയാണ്, അധികം മൂക്കാത്ത. ഇത് ഞാൻ സാദാ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ സാദാ ചോറും